നമസ്കാരം വിദ്യാർത്ഥികളെ, ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ ഈ സെഷനിൽ ഡിഫക്ട്സ് എങ്ങനെ പരിശോധിക്കാമെന്നും വിശകലനം ചെയ്യാമെന്നും വോൾട്ടേജ് സ്റ്റെബിലൈസർ, എമർജൻസി ലൈറ്റ്, UPS എന്നിവ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നും നിങ്ങളെ പഠിപ്പിക്കും. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഡിഫക്ട്സ് വിശകലനം ചെയ്യുക, ഡിഫക്ട്സുകൾ കണ്ടുപിടിച്ച് വോൾട്ടേജ് സ്റ്റെബിലൈസർ റിപ്പയർ ചെയ്ത് ശരിയാക്കുക, എമർജൻസി ലൈറ്റിലെ തകരാറുകൾ തിരിച്ചറിയുക, എമർജൻസി ലൈറ്റ് നന്നാക്കി തകരാറുകൾ പരിഹരിക്കുക, UPSലെ തകരാർ അനാലിസിസ് ചെയ്യുക, UPS നന്നാക്കി തകരാർ പരിഹരിക്കുക, വോൾട്ടേജ് സ്റ്റെബിലൈസർ, എമർജൻസി ലൈറ്റ്, UPS എന്നിവ പരിശോധിക്കുന്നതിനും ഡിഫക്ട്സുകൾ വിശകലനം ചെയ്യുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെൻറ്റുകളും നമുക്ക് നോക്കാം. ടൂൾസും ഇൻസ്ട്രുമെൻസും: ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരു സെറ്റ്, കണക്ടർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഒരു സെറ്റ്, ലൈൻ അല്ലെങ്കിൽ നിയോൺ ടെസ്റ്റർ 500 വോൾട്ട് ഒരെണ്ണം, സോൾഡറിംഗ് അയൺ 35 വാട്ട്സ് ബൈ 250 വോൾട്ട് ഒരെണ്ണം, ഡിസോൾഡിംഗ് ഗൺ ഒരെണ്ണം, മൾട്ടിമീറ്റർ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഒരെണ്ണം, റാംബോൺ മീറ്റർ ഒരെണ്ണം. എക്യുപ്മെൻറ്റുകൾ: സാധാരണ UPS 625 VA/12 വോൾട്ട് ഒരെണ്ണം, ഓപ്പറേഷൻ മാനുവലോട് കൂടിയ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി, മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി 12 വോൾട്ട് ബൈ 120 ആംപെയർ അവർ ഒരെണ്ണം, CRO 20 MHz ബൈ ഡ്യുവൽ ട്രൈസ് ഒരെണ്ണം. വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ അസംബ്ലിഡ് സർക്യൂട്ട് പരിശോധിക്കേണ്ടതാണ്. എമർജൻസി ലൈറ്റിൻ്റെ അസംബ്ലിഡ് സർക്യൂട്ട് പരിശോധിക്കണം. ഓൺലൈൻ UPSൻ്റെ അസംബ്ലിഡ് സർക്യൂട്ട് പരിശോധിക്കണം. മെറ്റീരിയൽസും കമ്പോണൻസും: സ്പെയർ കമ്പോണൻസ് ആവശ്യാനുസരണം, സോൾഡർ 60/40 ആവശ്യാനുസരണം, സോൾഡറിംഗ് ഫ്ലക്സ് ആവശ്യമനുസരിച്ച്, കണക്റ്റിംഗ് വയറുകൾ ആവശ്യാനുസരണം. വോൾട്ടേജ് സ്റ്റെബിലൈസർ, എമർജൻസി ലൈറ്റ്, UPS എന്നിവ പരിശോധിക്കുന്നതിനും ഡിഫക്ട്സുകൾ വിശകലനം ചെയ്യുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നോക്കാം. ഈ എക്സസൈസിൽ നമ്മുടെ ആദ്യ ടാസ്ക് ഒരു സർവീസ് ഫ്ലോ സീക്വൻസ് SFS സഹായത്തോടെ വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ തകരാറും റിപ്പയറും വിശകലനം ചെയ്യുക എന്നതാണ്. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ നിർമ്മാണം, മോഡൽ, സ്പെസിഫിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള ലഭ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിക്കുക. കൂടാതെ ലഭ്യമായ ഏതെങ്കിലും ഡോക്യുമെന്റേഷനും ട്രബിൾ ഷൂട്ടിംഗ് ഗൈഡുകളും ശേഖരിക്കുക. വ്യക്തമായുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ചില പ്രാഥമിക പരിശോധനകൾ നടത്തി തുടങ്ങുക. വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ സമഗ്രമായ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഫിസിക്കൽ ഡാമേജ്, ലൂസ് കണക്ഷനുകൾ, ബേൺ കമ്പോണൻസ് എന്നിവയുടെ അടയാളങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. കപ്പാസിറ്ററുകൾ, പൊട്ടിയ വയറുകൾ അല്ലെങ്കിൽ കേടായ PCB ട്രേസുകൾ എന്നിവ ബൾജിംഗ് അല്ലെങ്കിൽ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ റിപ്പയർ പ്രോസസ്സിൽ അവ പരിഹരിക്കേണ്ടതുണ്ട്. സ്റ്റെബിലൈസറിലെ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സുകളിലോ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നറിയാൻ ശ്രദ്ധാപൂർവ്വം സർക്യൂട്ട് പരിശോധിക്കുക. സ്റ്റെബിലൈസർ യൂണിറ്റിന്റെ AC മെയിൻ സപ്ലൈ കേബിളിൽ ഓം മീറ്ററിലേക്ക് ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഓൺ ചെയ്ത് റെസിസ്റ്റൻസ് പരിശോധിക്കുക. ഇത് 0 റെസിസ്റ്റൻസ് കാണിക്കുന്നുവെങ്കിൽ അതൊരു ഡെഡ് ഷോർട്ട് സൂചിപ്പിക്കുന്നു. ഇൻപുട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ നിർദ്ദിഷ്ട പരിധിക്കുള്ളിലാണോ എന്ന് പരിശോധിക്കുക. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിഷ്വലി അല്ലെങ്കിൽ ഓം മീറ്റർ ഉപയോഗിച്ചോ ഏതെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. മീറ്റർ ഇൻഫിനിറ്റി കാണിക്കുന്നുവെങ്കിൽ അതായത് ഓപ്പൺ സർക്യൂട്ട്. ഇത് ആരോഗ്യകരമായ ഒരു സർക്യൂട്ട് ആണെങ്കിൽ അത് കുറച്ച് റെസിസ്റ്റൻസ് റീഡിംഗ് കാണിക്കും. മീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് സർക്യൂട്ടിന്റെ സ്റ്റാറ്റസ് വിശകലനം ചെയ്യുക. സ്റ്റെബിലൈസർ ഷോർട്ട് സർക്യൂട്ട് തകരാറില്ലാത്തതാണെങ്കിൽ അത് സപ്ലൈ മെയിനുമായി കണക്ട് ചെയ്ത് ഓൺ ചെയ്യുക. പരിശോധനകൾക്കിടെ നിരീക്ഷിച്ച സൂചനകളെ അടിസ്ഥാനമാക്കി അപകട സാധ്യതയുള്ള ഏരിയകൾ തിരിച്ചറിയുക. സ്റ്റെബിലൈസറുമായി ബന്ധപ്പെട്ട പൊതുവായ പ്രശ്നങ്ങൾക്ക് ട്രബിൾ ഷൂട്ടിംഗ് ഗൈഡ് റെഫർ ചെയ്യുക.
വോൾട്ടേജ് സ്റ്റെബിലൈസറുകളിലെ ചില സാധാരണ തകരാറുകളിൽ തെറ്റായ വോൾട്ടേജ് റെഗുലേറ്ററുകൾ, ഡിഫക്റ്റീവ് കപ്പാസിറ്ററുകൾ, ഓപ്പൺ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് കമ്പോണൻസ് എന്നിവ ഉൾപ്പെടുന്നു. യൂണിറ്റിന്റെ സിംറ്റംസ് പരിശോധിച്ച് അവ രേഖപ്പെടുത്തുക. സർവീസ് ഫ്ലോ സീക്വൻസിന്റെ സഹായത്തോടെ ഫാൾട്ട് വിശകലനം ചെയ്യുക. ഫാൾട്ടിനെ കൂടുതൽ തിരിച്ചറിയാൻ കമ്പോണൻസ് ലെവൽ പരിശോധന നടത്തുക. ശരിയായ പ്രവർത്തനത്തിനായി കമ്പോണൻസുകൾ ഓരോന്നായി പരിശോധിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണ്ടിന്യൂറ്റി എന്നിവ അളക്കാൻ മൾട്ടിമീറ്റർ പോലുള്ള ഉചിതമായ ടെസ്റ്റിംഗ് ടൂളുകൾ ഉപയോഗിക്കുക. വോൾട്ടേജ് റെഗുലേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, ഡയോഡുകൾ, കപ്പാസിറ്ററുകൾ എന്നിവ പോലുള്ള പ്രധാന കമ്പോണൻസ് പരിശോധിക്കുക. പരിശോധനയ്ക്കിടെ കണ്ടെത്തിയ ഏതെങ്കിലും തെറ്റായ കമ്പോണൻസ് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ അടുത്ത ടാസ്ക് ട്രബിൾ ഷൂട്ടിംഗ് സീക്വൻസ് ബ്ലോക്കിന്റെ സഹായത്തോടെ എമർജൻസി ലൈറ്റ് നന്നാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഏതെങ്കിലും റിപ്പയർ പണി ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. വൈദ്യുതാഘാതങ്ങൾ ഒഴിവാക്കാൻ പവർ സോഴ്സിൽ നിന്ന് എമർജൻസി ലൈറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബാറ്ററി ഉണ്ടെങ്കിൽ അതും നീക്കം ചെയ്യുക. കാണാവുന്ന തരത്തിൽ ഫിസിക്കൽ ഡാമേജ്, ലൂസ് കണക്ഷനുകൾ അല്ലെങ്കിൽ ബാങ്ക് കമ്പോണന്റുകൾ എന്നിവ ഉണ്ടോ എന്നറിയാൻ എമർജൻസി ലൈറ്റ് പരിശോധിക്കുക. പൊട്ടിയ വയറുകൾ, അയഞ്ഞ സ്ക്രൂകൾ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗിന്റെ അടയാളങ്ങൾ എന്നിവ നോക്കുക. പവർ ഔട്ട്ലെറ്റിലേക്ക് എമർജൻസി ലൈറ്റ് പ്ലഗ് ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററി വീണ്ടും കണക്ട് ചെയ്യുക. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആണോ എന്ന് നോക്കി ലൈറ്റിലേക്ക് വൈദ്യുതി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വൈദ്യുതി ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പവർ സോഴ്സ്, ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ബാറ്ററി പരിശോധിക്കുക. കേടായതോ കത്തിപ്പോയതോ ആയ ബൾബുകൾ മാറ്റി പുതിയതിടുക. ബൾബുകൾ എമർജൻസി ലൈറ്റുമായി അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക. അയഞ്ഞതോ ഡിസ്കണക്ട് ചെയ്തതോ ആയ കണക്ഷനുകൾ ഉണ്ടോ എന്നറിയാൻ വയറിംഗ് പരിശോധിക്കുക. കമ്പികൾ പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നും കേടുവന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. എമർജൻസി ലൈറ്റിലെ കമ്പോണൻസ് അല്ലെങ്കിൽ ഭാഗങ്ങളിലെ ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് സർക്യൂട്ട് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുക. മൾട്ടിമീറ്ററിലേക്ക് മെയിൻ സപ്ലൈ കേബിൾ ബന്ധിപ്പിച്ച് AC മെയിനുമായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഓൺ ചെയ്ത് വോൾട്ടേജ് പരിശോധിക്കുക. ഒരു ഷോർട്ട് സർക്യൂട്ടിനായി പരിശോധിച്ചതിന് ശേഷം വിഷ്വലി അല്ലെങ്കിൽ ഓമീറ്റർ ഉപയോഗിച്ചോ ഏതെങ്കിലും ഓപ്പൺ സർക്യൂട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കുക. മീറ്റർ റീഡിംഗ് ഉപയോഗിച്ച് സർക്യൂട്ടിന്റെ നിര വിശകലനം ചെയ്യുക. എമർജൻസി ലൈറ്റ് ഷോർട്ട് സർക്യൂട്ട് പ്രശ്നങ്ങളില്ലാത്തതാണെങ്കിൽ അത് സപ്ലൈ മെയിനുമായി ബന്ധിപ്പിച്ച് ഓൺ ആക്കുക. യൂണിറ്റിന്റെ സിംറ്റംസ് പരിശോധിച്ച് അവ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ വയറിംഗ് നന്നാക്കുക അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കുക. എമർജൻസി ലൈറ്റിന് ബാറ്ററി ഉണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജ് അളക്കാൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നും നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ വോൾട്ടേജ് ഉണ്ടോ എന്നും ഉറപ്പാക്കുക. ബാറ്ററി കേടായതോ ഡിസ്ചാർജ് ചെയ്തോ ആണെങ്കിൽ അത് പുതിയ ഒരെണ്ണം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക.
എമർജൻസി ലൈറ്റിന് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ ചാർജിംഗ് സർക്യൂട്ട് പരിശോധിക്കുക. സർവീസ് ഫ്ലോ സീക്വൻസിന്റെ സഹായത്തോടെ ഫാൾട്ട് വിശകലനം ചെയ്യുക. ഏതെങ്കിലും ഫാൾട്ടി കമ്പോണൻസ് നിങ്ങൾ നന്നാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എമർജൻസി ലൈറ്റ് വീണ്ടും റീഅസംബിൾ ചെയ്യുക. ഇത് പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രായോഗികമെങ്കിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക. ലൈറ്റ് ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അത് പരിശോധിക്കുക. ഈ എക്സസൈസിൽ നമ്മുടെ മൂന്നാമത്തെ ടാസ്ക് UPS പരീക്ഷിക്കുകയും പിഴവുകൾ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ നൽകിയിരിക്കുന്ന UPS നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ നമ്മൾ വായിക്കുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും വേണം. ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ടൈപ്പ് UPS, മോഡൽ, പവർ റേറ്റിംഗ് VA, ചേഞ്ച് ഓവർ ടൈം, ബാറ്ററി റേറ്റിംഗ്, ബാക്കപ്പ് സമയം, UPS പ്ലഗിൻ ഉപയോഗിച്ച് UPS ഓൺ ചെയ്യുക. ലൈൻ നോർമൽ, LED ഗ്രീൻ ലൈറ്റ് അപ്പ് ആകുന്നതുവരെ ഓൺ ഓഫ് ടെസ്റ്റ് സൈലൻസ് ബട്ടണിൽ 1 സെക്കൻഡിൽ കൂടുതൽ അമർത്തിപ്പിടിക്കുക. അതായത് UPS ഓണായി, ഉപയോഗിക്കാൻ തയ്യാറായി. പച്ച LED പ്രകാശിക്കുന്നില്ലെങ്കിൽ സാധ്യമായ കാരണങ്ങൾ: 1. ബട്ടൺ പ്രസ് ആകാത്തത്, അല്ലെങ്കിൽ വളരെ ചെറുതായി അമർത്തിയിട്ടുണ്ടാകാം. 10 വോൾട്ടിൽ താഴെ ബാറ്ററിയുടെ വോൾട്ടേജ്, PCB ഫെയിലിയർ, ബാറ്ററി മോഡലിൽ ലോഡ് 20 വാട്ട്സിൽ കുറവായിരിക്കാം. UPS സ്വയം പരിശോധിച്ച് പ്രശ്നം തിരിച്ചറിയുക. ട്രബിൾ ഷൂട്ട് സീക്വൻസ് ബ്ലോക്ക് ഡയഗ്രാം റെഫർ ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുക. UPS ഓഫ് ചെയ്യാൻ ലൈൻ നോർമൽ അല്ലെങ്കിൽ ബാക്കപ്പ് LED ഓഫ് ആകുന്നതുവരെ 3 സെക്കൻഡിൽ കൂടുതൽ നേരം ഓൺ ഓഫ് ടെസ്റ്റ് സൈലൻസ് ബട്ടണിൽ അമർത്തിപ്പിടിക്കുക. UPS ഓഫ് ആയില്ലെങ്കിൽ സ്വിച്ചിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത്, അഥവാ ബാക്കപ്പ് LED, യെല്ലോ LED അല്ലെങ്കിൽ 3 സെക്കൻഡിൽ കൂടുതൽ സ്വിച്ച് അമർത്തി പ്രശ്നം പരിഹരിക്കുക. UPSഉം ബാറ്ററിയും ഓഫ് ആകുന്നതിന് ഓൺ ഓഫ് ടെസ്റ്റ് സൈലൻസ് സ്വിച്ച് 3 സെക്കൻഡിൽ കൂടുതൽ അമർത്തുക. ബാക്കപ്പ് പരിശോധിക്കുക. മഞ്ഞ LED ബാക്കപ്പ് ലൈറ്റ് ഓഫ് ആണെങ്കിൽ UPSഉം ബാറ്ററിയും ഓഫ് പൊസിഷനിലാണ്. ബാക്ക് LED ഓഫ് അല്ലെങ്കിൽ UPS എപ്പോഴും ബാറ്ററി മോഡിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ പ്രശ്നത്തിനുള്ള കാരണങ്ങൾ പവർ കോഡിലോ ഫ്യൂസിലോ അസാധാരണ വോൾട്ടേജിലോ ആയിരിക്കാം. പവർ കോഡ്, AC ഫ്യൂസ്, അസാധാരണ വോൾട്ടേജ്, PCB എന്നിവയുടെ അവസ്ഥ പരിശോധിക്കുക. ട്രബിൾ ഷൂട്ടിംഗ് സീക്വൻസ് ബ്ലോക്ക് ഡയഗ്രാം റെഫർ ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുക. AC മെയിൻ സപ്ലൈ ലഭ്യമാകുമ്പോൾ UPSന്റെ പ്രവർത്തനം നിരീക്ഷിക്കുക. ഓൺ ഓഫ് ടെസ്റ്റ് സൈലൻസ് ബട്ടൺ 1 സെക്കൻഡിൽ താഴെ അമർത്തുക. ബാറ്ററി മോഡിൽ UPS ലോഡിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി LED പ്രകാശിക്കുന്നു. അത് UPS ഓൺലൈൻ ഓപ്പറേഷനിലാണെന്ന് സൂചിപ്പിക്കുന്നു. ബാറ്ററി മോഡിൽ ലോഡിൽ UPS പ്രവർത്തിക്കാതിരിക്കുകയും ഉടൻ തന്നെ ഓൺലൈൻ ഓപ്പറേഷൻ തിരികെ വരികയും റെഡ് LED പ്രകാശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ബാറ്ററി മാറ്റി സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ റീചാർജ് ചെയ്യേണ്ട ബാക്കപ്പ് സമയം വളരെ കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ബാറ്ററി ഉടൻ റീചാർജ് ചെയ്യുക. റീചാർജ് ചെയ്ത ബാറ്ററി ഉപയോഗിച്ച് UPS പരിശോധിക്കുകയും റഫറിംഗ് വഴിയും ട്രബിൾ ഷൂട്ടിംഗ് സീക്വൻസ് ബ്ലോക്ക് ഡയഗ്രാം വഴിയും പ്രശ്നം പരിഹരിക്കുക. റീപ്ലേസ് ബാറ്ററി, റെഡ് LED ഇപ്പോഴും ഓൺ ആണെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യുക. ബാക്കപ്പ് മോഡിൽ 1 സെക്കൻഡിൽ താഴെ സമയം ഓൺ ഓഫ് ടെസ്റ്റ് സൈലൻസ് ബട്ടൺ അമർത്തുക. കേൾക്കുന്ന അലാറം ശ്രദ്ധിക്കുക, അത് സൈലന്റ് ആയിരിക്കും. ലോ ബാറ്ററി അല്ലെങ്കിൽ ഓവർലോഡ് സാഹചര്യങ്ങളിൽ ഇത് പ്രവർത്തിക്കില്ല. UPSന്റെ പ്രവർത്തനം നിർത്താൻ സൈലൻസ് ബട്ടൺ അമർത്തുമ്പോൾ ബീപ്പ് അലാറം പരിശോധിക്കുക. ഇത് ബാക്കപ്പ് മോഡിൽ നിർത്തിയാൽ അത് UPS സാധാരണ മോഡിലാണെന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ ബീപ്പ് സൗണ്ട് അലാറം തുടരുകയാണെങ്കിൽ UPS ഓവർലോഡ് ആണെന്ന് സൂചിപ്പിക്കുന്നു. യെല്ലോ LED ബാക്കപ്പ് പ്രകാശിക്കുമ്പോൾ ബീപ്പ് നിർത്താൻ അലാറങ്ങൾക്കിടയിൽ ബട്ടൺ ഓൺ ഓഫ് അമർത്തുക. UPSലേക്ക് പരമാവധി കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് പരിശോധിക്കുക. ബീപ്പ് അലാറം ലഭ്യമല്ലാത്തത് വളരെ അധികമുള്ളത് ഡിസ്കണക്ട് ചെയ്ത് ഈ തകരാർ പരിഹരിക്കുക. ടാസ്ക് 4 ബാറ്ററി റീപ്ലേസ്മെന്റ്.
ബാറ്ററി എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യുന്നതിന് ചുവടെയുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും പിന്തുടരുക. AC പവർ സോഴ്സിൽ നിന്നും യൂണിറ്റ് അൺപ്ലഗ് ചെയ്യുക. കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ലോഡുകളും ഡിസ്കണക്ട് ചെയ്യുക. UPS യൂണിറ്റിൽ നിന്ന് AC പവർ കോഡ് ഡിസ്കണക്ട് ചെയ്യുക. യൂണിറ്റ് തലകീഴായി തിരിച്ച് ബാറ്ററിയുടെ മുകളിലുള്ള 4 സ്ക്രൂകൾ അഴിക്കുക. വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിന് സ്ക്രൂകൾ സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. മുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുഴുവൻ യൂണിറ്റും വലതുവശത്തേക്ക് തിരിക്കുക. മുകളിലെ കവർ ഉയർത്തി വശത്തേക്ക് വയ്ക്കുക. കണക്ഷനും മറ്റ് ഇലക്ട്രോണിക് ഭാഗങ്ങളും കാണാൻ കഴിയും. ബാറ്ററി മാറ്റുമ്പോൾ ഉള്ളിലെ ഭാഗങ്ങൾ തൊടാൻ പാടില്ല. ബാറ്ററിയിൽ നിന്ന് 2 ലീഡുകൾ ചുവപ്പും കറുപ്പും ഡിസ്കണക്ട് ചെയ്ത് നീക്കം ചെയ്യുക. നിങ്ങൾക്ക് യൂണിറ്റിൽ നിന്നും ബാറ്ററി എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. പുതിയ ബാറ്ററി പഴയതിൻ്റെ അതേ സ്ഥാനത്ത് അല്ലെങ്കിൽ അതേ ദിശയിൽ വയ്ക്കുക. ലീഡുകൾ, അതായത് റെഡ് ലീഡ് പോസിറ്റീവ് സ്ഥാനത്തേക്കും ബ്ലാക്ക് ലീഡ് നെഗറ്റീവ് സ്ഥാനത്തേക്കും വീണ്ടും കണക്ട് ചെയ്യുക. ഉപകരണങ്ങൾ ശരിയായി വീണ്ടും ബന്ധിപ്പിക്കുക. യൂണിറ്റിന്റെ പ്രവർത്തനവും നല്ല കണ്ടീഷനും ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ? വോൾട്ടേജ് സ്റ്റെബിലൈസറിന്റെ ഡിഫക്റ്റ് വിശകലനം ചെയ്യുക. ഡിഫക്റ്റുകൾ കണ്ടുപിടിച്ച് വോൾട്ടേജ് സ്റ്റെബിലൈസർ റിപ്പയർ ചെയ്ത് ശരിയാക്കുകയും ചെയ്യുക. എമർജൻസി ലൈറ്റിലെ തകരാറുകൾ തിരിച്ചറിയുക. എമർജൻസി ലൈറ്റ് നന്നാക്കി തകരാറുകൾ പരിഹരിക്കുക. UPS നന്നാക്കി തകരാർ പരിഹരിക്കുക. വോൾട്ടേജ് സ്റ്റെബിലൈസർ, എമർജൻസി ലൈറ്റ്, UPS എന്നിവ എങ്ങനെ പരിശോധിക്കാമെന്നും അനലൈസ് ചെയ്യാമെന്നും റിപ്പയർ ചെയ്യാമെന്നും നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.